തിരികെ വാർത്തയിലേക്കാണ്. ഓപ്പറേഷൻ അരണക്കിളിയുടെ ഭാഗമായി കടലിൽ നിയമം ലംഘിച്ച മത്സ്യബന്ധനം നടത്തിയ 3 ഫൈബർ വള്ളങ്ങൾ തൃശൂർ അഴീക്കോട് ഫിഷറീസ് മറൈൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പോൾ, സാമുവൽ, യഹോവ, ശാലോം എന്നീ മത്സ്യബന്ധന വള്ളങ്ങളാണ് പിടികൂടിയത്. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങളും കേരള മൺസൂൺ കാല മത്സ്യബന്ധന പെലാജിക് പ്രോട്ടോകോൾ ആക്ട് 2007 നിയമങ്ങളും ലംഘിച്ച വള്ളങ്ങളാണ് പിടികൂടിയത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ചില വള്ളങ്ങൾ താഴെ വലകൾ സ്ഥാപിച്ച് കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥ തകർത്ത് കിളിമീൻ, അരണമീൻ ഉൾപ്പെടെയുള്ള അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇങ്ങനെ വലയിൽ കുടുങ്ങുന്നത് ഭൂരിഭാഗവും അടിത്തട്ടിലെ പ്രജനനത്തിന് പാകമായ മത്സ്യങ്ങളാണ്. നിയമവിരുദ്ധമായി ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ ഹാർബറുകളിൽ എത്തിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ ഇറക്കി വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോകുന്നതായി പരാതി ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം വ്യാപക പരിശോധന നടത്തിയത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി പൂർത്തിയാക്കി 85,000 രൂപ പിഴ ചുമത്തി. 3 വള്ളങ്ങളിൽ നിന്നും 800 കിലോ കിളിമീനും 400 കിലോ അരണമത്സ്യവും പിടിച്ചെടുത്തു. മത്സ്യം പരസ്യലേലം ചെയ്ത വകയിൽ ലഭിച്ച 3,43,900 രൂപ ട്രഷറിയിലും അടച്ചു. ഓപ്പറേഷൻ അരണക്കിളിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ കടലിൽ നിരീക്ഷണവും നടപടികളും തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.